ഹലോ ഹായ് നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് ജയ്. അപ്പോൾ ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണമെന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും വീട്ടിലുണ്ടല്ലോ, നാട്ടിലെ വീട്ടിലാണ് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അനിയത്തിയും ഫാമിലിയും ഉണ്ട്, ഞങ്ങളുണ്ട്, അമ്മയും അച്ഛനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മട്ടൺ എടുത്ത് കുക്ക് ചെയ്യാനാണ് ഇന്നത്തെ തീരുമാനം. അപ്പോൾ ഞങ്ങൾ ചെറുപ്പം തൊട്ട് കഴിച്ച് വളർന്നിട്ടുള്ള ഒരു ഡിഷാണിത് എന്നുള്ളൊരു പ്രത്യേകത ഇതിനുണ്ട്. അപ്പോൾ അമ്മയാണ് ഇന്ന് കുക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളെല്ലാം ഹെൽപ്പിംഗ് മാത്രമാണ് ഇന്ന്. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ കുക്കിങ്ങിലുള്ള അച്ഛൻ ഇഷ്ടപ്പെട്ട ആ മട്ടൺ ഗ്രേവി, വറുത്തരച്ച മട്ടൺ കറിയാണ് ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ഇത് മട്ടൺ നമ്മളൊരു 2 കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. സവാള ഒരു 4 സവാള, ഒരു മീഡിയം സൈസ് 4 സവാള എടുത്ത് വൃത്തിയായി കഴുകി അത് സ്ലൈസ് ആക്കി നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്നതാണിത്. അതേപോലെ തന്നെ 4 തക്കാളി, മീഡിയം സൈസ് തക്കാളി, പച്ചമുളക് ഒരു 6 പച്ചമുളകോളം എടുത്ത് 2ആയി കീറി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ വെളുത്തുള്ളി ഒരു 100 ഗ്രാം വെളുത്തുള്ളി കാണും ഏകദേശം. ചെറിയ ഉള്ളി നേരാക്കി ഇത് വഴറ്റി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരു 1/4 കിലോ ചെറിയ ഉള്ളി ഉണ്ട് ഇതിനകത്ത്. ഇഞ്ചിയും കട്ട് ചെയ്ത് ചേർത്ത് വഴറ്റിയിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും, 5-6 വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും. പിന്നെ ഇത് മല്ലി, നല്ല മുഴുവൻ മല്ലിയാണ്, പൊടിച്ച മല്ലിപ്പൊടിയല്ല, മുഴുവൻ മല്ലി. ഒരു 150 ഗ്രാംസ് കാണും അല്ലേ അമ്മ? ഒരു 150 ഗ്രാം മല്ലി കാണും. അതേപോലെ മുളക് ഒരു 20 മുളകാണ് അത്ര എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുറച്ചുകൂടി എരിവ് കൂടുതൽ ആവശ്യമാണെങ്കിൽ ഒരു 5-6 മുളകും കൂടുതൽ ഉപയോഗിക്കാം. നമുക്കിവിടെ എരിവ് അധികം വേണ്ടാത്തതുകൊണ്ട് ഒരു 20 മുളക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു പിടി മല്ലിയില കഴുകി വൃത്തിയാക്കി വെച്ചതും ഒരു പിടി പുതിന ഇലയും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കും. അങ്ങനെ ഫോട്ടോ നേരത്തെ എടുത്തു വെച്ച മുളകും മല്ലിയും കൂടെ അരച്ചതാണിത്. നല്ലപോലെ വഴറ്റി മൂപ്പിച്ച് വെച്ച ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുക. നല്ല മിക്സിയിലിട്ട് അരച്ച് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. മട്ടണല്ലേ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. നല്ലപോലെ കഴുകി ഊറ്റി വെള്ളമെല്ലാം നല്ലപോലെ വടിച്ച് ഡ്രൈ ആയി എടുത്തതിന് ശേഷമാണ് ഇതിങ്ങനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അമ്മ അങ്ങനെ എല്ലാം നല്ലപോലെ പിഴിഞ്ഞ് വെള്ളമെല്ലാം ഊറ്റിയെടുത്ത് കുക്കറിലേക്ക് മാറ്റി കഴിഞ്ഞു. മട്ടൺ വെച്ചിരിക്കുന്ന മല്ലിയും മുളകും കണ്ടില്ലേ, അതിൻ്റെ കളറ് ഈ കളറാണ് അതിൻ്റെ ഭംഗിയും രുചിയും ഒക്കെ. ഞങ്ങൾ പ്രിഫർ ചെയ്യുന്ന കളർ ഇങ്ങനെയാണ്. നല്ലപോലെ ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോവാണ്. സാധനങ്ങളെല്ലാം ചേർത്തു, അതായത് സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇനി അതെല്ലാം നല്ലപോലെ തിരുമ്മി മട്ടണിലേക്ക് പിടിപ്പിക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ഏകദേശം ഒരു 2 ഫുൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. ഇനി അടുത്തതായി ചേർക്കുന്നത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടിയും ഏകദേശം ഒരു 2 സ്പൂൺ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. നല്ലപോലെ തിരുമുന്നതാണ് ഇതിലെ പ്രത്യേകത. നന്നായിട്ട് തിരുമ്മിയെടുക്കണം. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയില നന്നായി കഴുകി വൃത്തിയാക്കി ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. അതേ പുതിന ഇല ചേർത്ത് കഴിഞ്ഞു. അതേപോലെ മല്ലിയില അതെല്ലാം അതിലേക്ക് ചേർത്ത് എല്ലാം നല്ലപോലെ തിരുമ്മി കുഴച്ചെടുക്കണം മട്ടണോട് കൂടി ചേർത്ത്. അവസാനം നല്ലപോലെ തിരുമ്മി യോജിപ്പിച്ച ശേഷം കുറച്ച് ആ മിക്സി കഴുകിയിട്ടുള്ള വെള്ളം, ഒരു ശകലം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതിലേക്ക് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മട്ടൺ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത, ഇത് നമ്മൾ കൂടുതൽ വഴറ്റിയിട്ടല്ല, കംപ്ലീറ്റ് കയ്യിലാണ് ഇതിന്റെ പരിപാടി മുഴുവനും. അതെ, അത് കയ്യിലാണ് അത് മുഴുവനും തട്ടി പൊതിഞ്ഞ് വൃത്തിയാക്കി അത് സമമാക്കി വെള്ളമൊക്കെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അതിൽ വെക്കുന്നത്. റെഡിയായി കഴിഞ്ഞു. ഇനി കുക്കർ അടച്ച് അടുപ്പിലേക്ക് വെക്കണം. ഒപ്പം തന്നെ വെയിറ്റും ഇട്ട് കൊടുക്കാം. അപ്പോൾ 4 വിസിൽ അടിച്ചു കഴിഞ്ഞു. നമ്മുടെ മട്ടൺ ഗ്രേവി റെഡിയായി കാണും. ഇതപ്പോൾ കുക്കർ ഓപ്പൺ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, ഇതാണ് കുക്കർ ഓപ്പൺ ചെയ്തപ്പോൾ ഇതിൻ്റെ
എണ്ണയെല്ലാം നല്ലപോലെ തെളിഞ്ഞ് മേലെ വന്നിട്ടുണ്ട്. മട്ടൻ നല്ലപോലെ വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മുടെ നാടൻ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് വെളിച്ചെണ്ണയിൽ നല്ലപോലെ മൂപ്പിച്ച് ഇതിലേക്ക് വറുത്തിട്ട്. എണ്ണ അധികം ചേർക്കേണ്ട കാര്യമില്ല, വളരെ കുറച്ച് എണ്ണ മാത്രം, കാരണം ഓൾറെഡി മട്ടണിൽ നല്ല എണ്ണ ഉണ്ട്. അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി എണ്ണയിൽ നല്ലപോലെ കുറച്ച് എണ്ണയിൽ, വളരെ കുറച്ച് എണ്ണയിൽ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ഒന്ന് നല്ല ചുമന്ന നിറത്തിലാക്കിയിട്ട്, നല്ല ഗോൾഡൻ ബ്രൗണിലാക്കിയിട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെറിയ ഉള്ളിയും നല്ലപോലെ വഴറ്റി നല്ല ബ്രൗൺ നിറത്തിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അതിലേക്ക് ചേർക്കാം, മട്ടൻ ഗ്രേവിയിലേക്ക് ഇനി ചേർക്കാം. വേലയുടെ പടക്കം ഇനിയും അവസാനിച്ചിട്ടില്ല. നല്ലപോലെ ചേർത്ത് കഴിഞ്ഞ് ഇനി അത് അങ്ങനെ ഇരിക്കട്ടെ. മട്ടനെല്ലാം നല്ലപോലെ വെന്ത് പാകത്തിന് കഷ്ണങ്ങളെല്ലാം നമുക്ക് കയ്യിൽ ഇങ്ങനെ നല്ല രീതിക്ക് കോരിയെടുക്കാൻ പറ്റും. വെള്ളവും അതിൻ്റെ കഷ്ണങ്ങളും തനിയെ തനിയെ നമുക്ക് കാണാനും പറ്റും. ഇതൊക്കെ ഉണ്ടോ? ഇതാണ് ഇതിൻ്റെ പരുവം. ഈ പരുവത്തിലുള്ള ഒരു മട്ടൻ ഗ്രേവിയാണ് ഇത്. നമുക്ക് ഇനി ഉച്ച ഊണിനാണ് ഇന്ന് ഞങ്ങളിത് ഉപയോഗിക്കാൻ പോകുന്നത്. നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ഗ്രേവി ഉച്ചയ്ക്ക് കഴിച്ച് നോക്കിയിട്ട് റിയാക്ഷൻസ് കാണാം. ഊണ് റെഡിയായി. ഇന്നത്തെ മട്ടൻ ഗ്രേവി, മട്ടൻ കറി, എന്താ പറയാ, അച്ഛൻ ഇഷ്ടപ്പെട്ട അമ്മയുടെ മട്ടൻ കറി കൂട്ടി എല്ലാവരും ഊണ് കഴിക്കാൻ തുടങ്ങി. നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് മട്ടൻ കറി, നന്നായിട്ടുണ്ടോ എന്ന് എല്ലാവരോടും ചോദിക്കാം. ചോറിന് അടിപൊളിയാണോ ഈ മട്ടൻ ഗ്രേവി? അമ്മമ്മയുടെ സ്പെഷ്യൽ മട്ടൻ ഗ്രേവി നന്നായിട്ടുണ്ടല്ലേ? അതിലൊരു പീസ് എടുത്തൊന്ന് കാണിച്ചു കൊടുക്ക. വെന്തിട്ടില്ലേ? നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലേ ചേട്ടാ? ഇഷ്ടപ്പെട്ടോ അമ്മമ്മയുടെ മട്ടൻ ഗ്രേവി? നമ്മുടെ നാടൻ, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മട്ടൻ കറി. എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നന്നായിട്ടുണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റ്, നല്ല എരിവും അതുപോലെ എല്ലാം മസാലകളൊക്കെ വളരെ കൃത്യം. അമ്മയുടെ ഈ മട്ടൻ കറി ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് തനി നാടൻ ടേസ്റ്റാണ് ഇതിന്. ഇത് അച്ഛൻ ഇഷ്ടപ്പെട്ട അമ്മയുടെ മട്ടൻ കറി. അപ്പോൾ ഈ തനി നാടൻ മട്ടൻ ഗ്രേവി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്ത് നോക്കി കമൻറ്റുകൾ പറയുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി ഒന്ന് അറിയിക്കണേ. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.